ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള 2 കാജൽ ലുക്കാണ്. ഐലൈനർ ഒന്നും വരയ്ക്കാൻ അറിഞ്ഞിടാത്തവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന 2 കാജൽ ലുക്കാണ് ചെയ്യാൻ പോണേ. അതുപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് കാജൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് കാജൽ വെച്ചിട്ട് വാട്ടർ ലൈൻ ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. വാട്ടർ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ താഴെയും വരയ്ക്കും മേളിലും വരയ്ക്കും. വാട്ടർ ലൈൻ മേളിൽ ഇപ്പം ഞാൻ മേളിൽ വരയ്ക്കണ കാണിക്കാം. അത് വരച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. ശരിക്കും ഈ റൗണ്ട് കണ്ണൊക്കെ ഉള്ളവർക്ക് അല്ല കുഞ്ഞു കണ്ണായാലും ഒക്കെ വാട്ടർ ലൈൻ താഴെയും മേളിലും വരച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ സാധാരണ ഐലൈനർ വരയ്ക്കുന്നവരും ഇതുപോലെ താഴെയും മേളിലും കാജൽ വരച്ചു കൊടുക്കാറുണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാജൽ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണത് ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഐലാഷസ് കേൾ ചെയ്ത് മസ്കാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആവും. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ കോളേജിലും ഓഫീസിലൊക്കെ പോകുന്നവർക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫസ്റ്റ് ലുക്കാണിത്. അപ്പോൾ ഞാനിനി മസ്കാര കൂടെ ഇട്ട് കൊടുക്കാം. അതും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണോ അത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡ് നെയിം പറയുന്നില്ല, കാരണം ഞാനിത് ഇത്തിരി നാൾ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ബ്രാൻഡാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളല്ലേ, നമുക്ക് ഇത്തിരി നേരം മതി ഈ ലുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കോളേജിലും സ്കൂളിലും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വേഗത്തിൽ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയേനെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലുക്ക് കാണാം. അപ്പോൾ സെക്കൻഡ് ലുക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെൻസിൽ കാജലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെൻസിൽ കാജൽ ഇല്ലെങ്കിൽ ബ്ലാക്ക് ഐ ഷാഡോ, ഒരു കുഞ്ഞു ബ്രഷ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ബ്ലാക്ക് കാജലാണ് എടുത്തിട്ടുള്ള കാജൽ പെൻസിൽ. അത് വെച്ചിട്ട് ഇന്നർ കോർണർ ആൻഡ് ഔട്ടർ കോർണർ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത ലുക്കിൽ നമ്മളെ കാണുമ്പോൾ ഒരു ഉണ്ട കണ്ണൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുക. കാരണം താഴത്തെയും മേളത്തേക്ക് വാട്ടർ ലൈൻ വരച്ച് കഴിയുമ്പോൾ ഒരു ഉരുണ്ട കണ്ണായിട്ട് ഫീൽ ചെയ്യും. എത്ര കുഞ്ഞ് കണ്ണാണെങ്കിലും ഒരു റൗണ്ട് കണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഒത്തിരി നീളമുള്ള കണ്ണായിട്ട് ഔട്ടർ കോർണറും ഇന്നർ കോർണറും ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി നീളമുള്ള കണ്ണായിട്ട് തോന്നും. ഇനി നമ്മളൊരു സ്മോക്കി ലുക്കാണ് കൊണ്ടുവരണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് ഇന്നർ കോർണറിൽ നിന്ന് ഉള്ളിലോട്ട്, അതുപോലെ തന്നെ ഔട്ടർ കോർണറിൽ നിന്ന് ഉള്ളിലോട്ട് ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇന്നർ കോർണറിൽ നിന്ന് ഉള്ളിലോട്ടും ഔട്ടർ കോർണറിൽ നിന്ന് താഴെയും മേളിലോട്ടുമാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു ഐലൈനേഴ്സൊക്കെ വരച്ചൊരു ലുക്കാണ് നമ്മുടെ കണ്ണിന് കിട്ടുക. ചില ആൾക്കാർക്ക് പെട്ടെന്ന് കൺമഷി പടർന്നു പോവും. അങ്ങനെയുള്ളവർ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് സെറ്റിംഗ് പൗഡറൊന്നും ഉപയോഗിച്ചിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ സ്പ്രെഡായി പോകും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ സെക്കൻഡ് ലുക്ക് പരീക്ഷിക്കേണ്ട, പകരം ഫസ്റ്റ് ലുക്ക് തന്നെ ചെയ്യുക. അതിനുശേഷം കുറച്ച് സെറ്റിംഗ് പൗഡർ നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക്. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര പ്രയാസം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.